വിശാഖപട്ടണത്തെ ക്ലാസ് മുറിയിൽ മരിച്ചു വീണ കുഞ്ഞിന്റെ മരണം. ആ കുഞ്ഞിന്റെ മരണം നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതി ഇങ്ങനെ ചിട്ടകളും ആ, പകർത്തിയ എഴുത്തുകളും മാത്രമായി മാറേണ്ടതുണ്ടോ? ഒരു കുഞ്ഞ് ഒരിക്കലും ഒരു മിനി അഡൽട്ട് അല്ല, ഒരു ചെറിയൊരു അഡൽട്ട് അല്ല. ആ കുഞ്ഞ് അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും ഒക്കെയാണ് അവൻ വളർന്നു വരുന്നത്. 4 വയസ്സുള്ള ഒരു കുട്ടിയെ പകർ ഹോംവർക്ക് ചെയ്തില്ല എന്നത് ഒരു വലിയ കുറ്റമായി ഒരിക്കലും കാണേണ്ടതില്ല. അവനെ പണിഷ് ചെയ്യേണ്ടതുമില്ല. ആ ഇങ്ങനെയുള്ള കുട്ടികളെ അവരുടെ ആ വളർച്ചയുടെ ഘട്ടം പൂർത്തിയാകുന്നിടം വരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പാകത്തിനുള്ള സംയമനം പാലിക്കാൻ അറിയാവുന്ന ടീച്ചേഴ്സ് വേണം ഈ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുവാൻ. വിദ്യാഭ്യാസ വിദഗ്ധർ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ വലിയ വലിയ സിലബസുകൾ കൊണ്ട് കുത്തി നിറയ്ക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ ആ ഒരു വളർച്ചയെ അവർ തടസ്സപ്പെടുത്തുകയാണോ എന്ന് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ കുട്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗമുണ്ടായിരുന്നോ, ഹൃദയ സംബന്ധമായ രോഗമുണ്ടായിരുന്നോ എന്ന് അറിയത്തില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ആ ടീച്ചറെ അറിയിക്കുകയോ സ്കൂളിൽ അറിയിക്കുകയും ടീച്ചറും അവന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളും ആ കുട്ടിക്ക് പ്രത്യേകതരമായ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ടതും ആവശ്യമായിരുന്നു. എന്തെങ്കിലും പ്രയാസങ്ങൾ അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് ആ ടീച്ചറെയും അവനെ സഹായിക്കുവാനായിട്ട് ക്ലാസ്സിലെ മറ്റു കുട്ടികളെയും പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഒരു സാഹചര്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരെ വേണം കുട്ടികളെ കെയർ ചെയ്യാനായിട്ട് ആ, അനുവദിക്കുവാൻ വേണ്ടി. ടീച്ചേഴ്സിന് പ്രത്യേകമായ ട്രെയിനിങ് നൽകുകയും സിലബസുകൾ റീതിങ്ക് ചെയ്യുകയും ഉള്ള അപേക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു.